വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കണ്ണൂരിലേക്ക് നിയമന വിവാദത്തിൽ കുഴങ്ങുകയാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ്. പയ്യന്നൂർ കോളേജിലെ അറ്റൻഡർ നിയമനത്തിലും കോൺഗ്രസിൽ പ്രതിഷേധമുയരുന്നു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പരസ്യമായി രംഗത്തിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. DCC അംഗത്തെ വഴിയിൽ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് കെ സുധാകരന് പൊതുവേദിയിൽ നിവേദനവും നൽകി. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ പാതയിൽ തന്നെയാണോ? ഒത്തുതീർപ്പിനില്ല, നടപടി വേണമെന്നാണോ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം? എങ്ങനെയാണ് അവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക്, അർജുൻ? അരുൺ, കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന നിയമന വിവാദങ്ങളിലെ ഈ പ്രശ്നങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MK രാഘവൻ MPക്കെതിരെ പരസ്യമായിട്ടുള്ള പ്രതിഷേധം, അതിനു പുറമെ മുദ്രാവാക്യം വിളികൾ, കോലം കത്തിക്കൽ, അങ്ങനെ വലിയ ഒരു നീണ്ട ഒരു സമരവും പ്രതിഷേധവുമായിരുന്നു മാടായി കോളേജിലെ വിവാദത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം KPCC സമിതിയെ നിയോഗിക്കുകയും ആ പ്രശ്നം താൽക്കാലികമായെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്താൻ വേണ്ടി കഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പയ്യന്നൂർ കോളേജിലാണ് പുതുതായി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂർ കോളേജിലെ അറ്റൻഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അറ്റൻഡർ നിയമനത്തിൽ CPM അനുഭാവിയായ ഒരു വ്യക്തിക്ക് നിയമനം നൽകുന്നു. കോൺഗ്രസിലെ വ്യക്തികളെ അവഗണിച്ചുകൊണ്ടാണ്, കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനം DCC അംഗം KK സുരേഷ് കുമാർ ചെയർമാനായിട്ടുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ബന്ധു നിയമനവും പണം വാങ്ങിയുമുള്ള നിയമനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പയ്യന്നൂർ കോളേജിൻ്റെ സമീപ പ്രദേശത്തു നിന്നും DCC അംഗം ആയിട്ടുള്ള KK സുരേഷ് കുമാറിനെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണനും അതുപോലെ തന്നെ KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള അർജുൻ കോറോം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു സംസാരമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ നിവേദനം നൽകിക്കൊണ്ട്, അതും ഒരു പൊതുവേദിയിലാണ് നിവേദനം നൽകിയിരിക്കുന്നത്. ആ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നിയമനവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നേതൃത്വത്തിന് നൽകുന്നത്. എന്തായാലും ഈ നിയമന വിവാദങ്ങൾ കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാവുകയാണ്, ഒരു കീറാമുട്ടിയായി മാറുകയാണ്. മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്, നവനീത് നാരായണൻ. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയി വരാം. നവനീത്, ഗുഡ് മോർണിംഗ്. നവനീത്, ഗുഡ് മോർണിംഗ്. നവനീത്, എന്താ യഥാർത്ഥത്തിൽ സംഭവം? ഈ മാടായി കോളേജ് പോലെ പയ്യന്നൂർ കോളേജിലും ഈ അറ്റൻഡർ നിയമനത്തിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ ആരോപണം? തീർച്ചയായും പാർട്ടി പ്രവർത്തകരെയും കുടുംബങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിയമനവും യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പാർട്ടിയിൽ പണിയെടുക്കാൻ ഒരു വിഭാഗം പ്രവർത്തകർ, സാധാരണക്കാർ, നിയമനം വരുമ്പോൾ നേതാക്കന്മാരുടെ ബന്ധുക്കൾ, ആ നിലപാട് ഒരിക്കലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. എതിർ രാഷ്ട്രീയ പ്രവർത്തകരുടെ അക്രമം ഒരു വശത്ത്, പോലീസ് കേസുകൾ, പോലീസ് ലാത്തി ചാർജുകൾ, ഇതൊക്കെ പ്രവർത്തകർ നേരിടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അത്ര തരത്തിലുള്ള പ്രവർത്തകർക്ക് നിയമനം കൊടുക്കണം. ആ ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചവരെ തഴഞ്ഞാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു CPM അനുഭാവമുള്ള ഒരാൾക്ക് അവിടെ നിയമനം നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാള്, ഒരു ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാവാത്ത ആള്, ഒരു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമാവാത്ത, യൂത്ത് കോൺഗ്രസിന്റെ സജീവമല്ലാത്ത ഒരാൾക്കാണ് അവിടെ നിയമനം കൊടുക്കുന്നത്. കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട കോൺഗ്രസ് അനുഭാവമുള്ള നിങ്ങളുടെയൊക്കെ പിന്തുണയുള്ള ആളുകൾ അപേക്ഷിച്ചിരുന്നോ? തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ പല ഭാരവാഹികളായി അപേക്ഷ അയച്ചിട്ടുണ്ട്, മറ്റ് സാധാരണ പ്രവർത്തകർ അയച്ചിട്ടുണ്ട്, അവരുടെ മക്കൾ അയച്ചിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ എതിരല്ല. ആ തരത്തിലുള്ള പ്രവർത്തകർക്ക് നിയമനം കൊടുക്കണം. അതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നവനീത്? ഇതിൽ എന്തെങ്കിലും പൈസ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ നിങ്ങൾ? സാമ്പത്തികം ഇതിന് ഒരു മാനദണ്ഡമാണ്. പ്രവർത്തനം ഒരാൾക്കാരും നമ്മുടെ നേതാക്കന്മാർ പ്രവർത്തനം ഒരു മുതൽക്കൂട്ടായി കൂട്ടുന്നില്ല. പണമാണ് ഇതിനൊക്കെ ഒരു മാനദണ്ഡമായി വന്നത്. പ്രവർത്തകരെ സംരക്ഷിക്കണം, അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം. സാധാരണ പ്രവർത്തകർക്ക് നിയമനം ലഭിക്കും. എന്താണ് അവസ്ഥ ഇപ്പോൾ? നിയമനം നൽകിയില്ല. മെയ് മാസത്തോടെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഈ നിയമനത്തിൽ ആദ്യ റാങ്ക് ലിസ്റ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിക്കാണ് അവിടെ ജോലി ലഭിച്ചത്. അതിന് നമ്മൾ ഒരു എതിരഭിപ്രായവുമില്ല. രണ്ടാമത്തെ നിയമനമാണ് ഇപ്പോൾ അന്തരിച്ച മുൻ DCC ട്രഷറുടെ ബന്ധുവിന് ഈ നിയമനം കൊടുക്കുന്നത്. അദ്ദേഹമായിരുന്നു ആ സമയത്ത് ആ ബോർഡിന്റെ മാനേജർ. അത് ശരി. അപ്പോ ആ ബന്ധു പക്ഷേ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ല? ഇല്ല, കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. ഇത് പഴയ ലിസ്റ്റാണോ? അപ്പോ
അതെ 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 അതെ. അപ്പൊ ആ നിയമനം ആ സമയത്ത് നമ്മൾ മാനേജറുമായി സംസാരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ കാലാവധി അവസാനിക്കാൻ പോകുന്ന ലിസ്റ്റിൽ ഇപ്പോൾ നിയമനം നടത്തേണ്ട ആവശ്യമില്ല. ഇല്ല, ആവശ്യമില്ല. മെയ് മാസത്തോടു കൂടി അവസാനിക്കും, ആ കാലാവധി അവസാനിക്കും. പക്ഷെ നമ്മൾ നിലവിലെ മാനേജർ കെ സുരേഷ് കുമാറുമായി സംസാരിച്ചു, ആ നിയമനം കൊടുക്കില്ല എന്ന് നമുക്ക് ആദ്യം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ വീണ്ടും സജീവമായി അത് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ നമുക്കത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ധാരണ നിർബന്ധമാണ് നവനീത് ഇതിന് പിന്നിൽ ഇയാൾക്ക് തന്നെ ജോലി കൊടുക്കണം എന്നുള്ളത്. അതൊരു വിഭാഗം ആൾക്കാരുടെ ഇതാണ്, കുറച്ച് പേർ ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ്. എന്തായാലും ഇതിൽ നിയമനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കും അല്ലേ? തീർച്ചയായും നല്ല സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കും. അതാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. KPCC പ്രസിഡന്റിന് കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ഇന്ന് രാവിലെ ഞാൻ KPCC പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. KPCC പ്രസിഡന്റ് അതുമായി കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു നവനീത്. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട, പാർട്ടി അനുകൂലമായ നിലപാടെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിപ്പം അർജുൻ കല്യാടുണ്ട്. നവനീതും അർജുൻ കല്യാടാണ് നമുക്കിപ്പം ചേർന്നത്. എന്തായാലും നവനീത് പറയുന്നത് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ശരിയാണ്, പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഒരു ഭാഗത്ത് എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ അക്രമങ്ങൾക്ക് വിധേയമാവുകയും അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് സമരം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ ആ പാർട്ടിയിലെ കുടുംബത്തിൽപ്പെട്ടവർ അപേക്ഷിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പരാതി. ഇതേ വിഷയമാണ് മാടായി കോളേജിൽ ഉണ്ടായത്. അവിടെ MK രാഘവനാണെങ്കിൽ ഇവിടെ ഒരു സുരേഷ് കുമാറാണ് എന്ന് മാത്രം. എന്തായാലും പാർട്ടി നടപടി എടുത്തില്ലെങ്കിൽ, അതായത് നിയമനം കൊടുത്താൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി സംസാരിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,